കർണാടകയിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. സുഹൃത്തുക്കൾ NIT-യിൽ നിന്നുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ റഡാർ പരിശോധന തുടരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവ സ്ഥലത്തേക്ക്. പ്രതീക്ഷയോടെ അർജുന്റെ കുടുംബം. സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധയെന്ന സംശയം. മലപ്പുറം സ്വദേശിയായ 14-കാരനെ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനാ ഫലം വൈകിട്ടോടെയെന്ന് കളക്ടർ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഉന്നതതല യോഗം. എറണാകുളത്ത് 11 പേർക്ക് H1N1. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 28-കാരിക്ക് കുത്തിവയ്പ് നൽകിയതിൽ പിഴവെന്ന് പരാതി. കാട്ടാക്കട സ്വദേശി കൃഷ്ണയുടെ നില ഗുരുതരം. ഡോക്ടർ വിനുവിനെതിരെ കേസെടുത്ത് പോലീസ്. നീറ്റ് പരീക്ഷയുടെ വിശദമായ ഫലം പ്രസിദ്ധീകരിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പ്രസിദ്ധീകരിച്ചത് പരീക്ഷാ കേന്ദ്ര അടിസ്ഥാനത്തിലുള്ള ഫലം. നടപടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്നു. മരണം 105. കർഫ്യൂ പ്രഖ്യാപിച്ച സർക്കാർ. സൈന്യത്തെ വിന്യസിച്ചു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ 4-അംഗ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. അബ്ബാസിയിൽ മരിച്ചത് പത്തനംതിട്ട സ്വദേശികളായ മാത്യു മുളയ്ക്കലും കുടുംബാംഗങ്ങളും. അവധിക്ക് നാട്ടിലായിരുന്ന കുടുംബം കുവൈറ്റിൽ തിരിച്ചെത്തിയത് ഇന്നലെ.